നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല. ഈ പ്രശസ്തമായ വരികള് ഇപ്പോഴത്തെ മുഴുവൻ ഉണ്ണികളുടെയും പ്രശ്നമാണ്. നേരം പോക്ക് പോയിട്ട് സ്വന്തമായിട്ടൊന്ന് ആഹാരം കഴിക്കാൻ പോലും നേരമില്ലാത്ത ഓട്ടത്തിലാണ് നമ്മുടെ ഉണ്ണികള്. എന്താ ചെയ്യുക? സത്യത്തില് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നമ്മൾ മാത്രമാണ്. നമ്മൾ വിചാരിക്കുകയാണ് എന്റെ സമയത്തെ ഞാൻ ഇത്രയായിട്ട് ഭാഗിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ഇപ്പോഴിപ്പോൾ ചെയ്യും എന്ന് തീരുമാനിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യുവാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങള് മടി, മറ്റൊന്ന് പ്രൊക്കാസ്റ്റിനേഷൻ, മാറ്റിവെക്കല്, പിന്നാവട്ടെ. പക്ഷെ അങ്ങനൊന്നും അല്ല ജീവിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു ജീവിത പദ്ധതിയുണ്ട്. ആ ജീവിത പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റും. നമ്മള് ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിലെ ക്ലാസ്സുകളില് കൃത്യമായ സമയബന്ധിതമായ കാര്യങ്ങളായിരിക്കും ഉള്ളത്. ഓരോരുത്തരുടെയും ടാർഗറ്റ് അനുസരിച്ച്, അതായത് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അത് ചെയ്യുവാനുള്ള പദ്ധതിയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ സെൽഫ് മാനേജ്മെന്റ് ആണ്. സെൽഫ് മാനേജ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ടൈം മാനേജ്മെന്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് സ്കൂളിൽ പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? രാത്രിയിൽ കുത്തിയിരുന്ന ഫോൺ നോക്കി 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 അവസാനം കിടന്നുറങ്ങുമ്പോ അവര് പോലും അറിയില്ല ഏതോ ഒരു സമയമാവും. സത്യത്തില് നമുക്ക് ഈ ഭൂമിയില്, ഈ പ്രപഞ്ചത്തില് ഒരു സിർക്കാഡിയൻ ഋതമുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് സിർക്കാഡിയൻ ഋതം. അതിനനുസരിച്ച് ശരീരം എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്, ഓരോ സമയവും ബോഡി എന്തൊക്കെ ചെയ്യാനാണ് സിർക്കാഡിയൻ ഋതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് കൃത്യമായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു ടൈം ടേബിളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സമയവും ഉണ്ടാകും, സമയം മിച്ചമായിരിക്കുകയും ചെയ്യും. അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ നോ പറഞ്ഞുകൊണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം യെസ് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനുള്ള ടൈം ഷെഡ്യൂളാണ് നമ്മുടെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സമയമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. ഒരു മനുഷ്യൻ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മള് മറ്റൊരാളുടെ മുമ്പിൽ എക്സ്ക്യൂസ് പറയാതെ ഇരിക്കുക. എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വളരാൻ താല്പര്യമില്ല, ഞാൻ ഇനി കൂടുതലൊന്നും നന്നാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കൃത്യസമയത്ത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യിക്കാമെന്ന് പരിശീലിക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഓരോ ദിവസവും ഓരോ ടിപ്പ് വീതം സൗജന്യമായിട്ട് കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നേ ഉള്ളൂ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് ചിട്ടപ്പെടുത്തേണ്ടതും നമ്മൾ തന്നെയാണ്, അതിനനുസരിച്ച് ജീവിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമുക്ക് വേണ്ടി പകരം ആരും ഒന്നും ചെയ്യില്ല. നമ്മുടെ കുടുംബം നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിരിക്കും. പക്ഷേ കുടുംബക്കാരും വന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യില്ല. നമുക്ക് വിശന്നാൽ വേറൊരാൾ കഴിച്ചാൽ പറ്റുമോ? നമ്മുടെ മലമൂത്ര വിസർജനം ചെയ്യേണ്ട സമയത്ത് നമ്മൾ തന്നെ ചെയ്യണ്ടേ? ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതിനപ്പുറം നമ്മൾ ശ്വാസം എടുക്കണമെങ്കിൽ പകരം ആരെങ്കിലും ശ്വാസം എടുത്താൽ മതിയോ എന്ന് പറഞ്ഞതുപോലെയാണ് ജീവശ്വാസമാണ് നമ്മുടെ ജീവിത പദ്ധതി. നമ്മുടെ ജീവിത പദ്ധതിക്ക് അനുസരിച്ച് നമുക്ക് ജീവിച്ച് മുന്നേറണമെങ്കിൽ നമുക്ക് ഫോക്കസ് കൂടിയേ തീരും. എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മുടെ ഗോളിലേക്ക്. അർജുനന്റെ കഥ പറഞ്ഞപ്പോൾ, ദ്രോണാചാര്യർ അർജുനനെ അസ്ത്രവിദ്യ പഠിപ്പിച്ച കഥ പറഞ്ഞപ്പോൾ നമുക്ക് ഫോക്കസിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, പക്ഷിയുടെ കഴുത്തിലേക്ക് അമ്പെയ്യാൻ പഠിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മളത് പ്രാക്ടിക്കലാക്കിയില്ല. അത് പ്രാക്ടിക്കലാക്കുന്ന ഒരു ശാസ്ത്രമാണ് ഫോക്കസ് ചെയ്യുക.
ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. കൃത്യമായി ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കിക്കൊണ്ട്, സെൽഫ് മാനേജ്മെന്റ് കറക്റ്റ് ആക്കിക്കൊണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ആ വ്യക്തിയുടെ ഗോൾ നിർണയിച്ച് ആ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യണം എന്ന പാഠമാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്നോടൊപ്പം വന്ന് ആ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കുക. കാരണം കുട്ടികളെ ഈ ഒരു ശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ കുട്ടികൾക്കല്ല ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, അച്ഛനമ്മമാർക്കാണ്. അച്ഛനമ്മമാർ ഇത് പഠിച്ചിട്ട് സ്വന്തം വീട്ടിൽ ഇത് പ്രായോഗികമാക്കിയാൽ മാത്രം മതി. അവരുടെ വീട്ടിലെ എല്ലാ കുട്ടികളും ഇത് കൃത്യമായിട്ട് ചെയ്തോളും. ഉറപ്പുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നില്ലേ? എന്റെ കൂടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അവരുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലുള്ളവര് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു മാറ്റം സംഭവിച്ചതെന്ന്. ഇത്രയേ ഉള്ളൂ. കാര്യം ഈസിയാ. അവനവൻ വിചാരിക്കുക സ്വയം മാറണമെന്ന്. അത്രയേ ഉള്ളൂ.